കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുസ്മരണവും കരുണക്കൊന്ത റാലിയും സംഘടിപ്പിച്ചു. മാർപ്പാപ്പയുടെ നിത്യരക്ഷയ്ക്കായി വികാരി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ ഇടവക ദേവാലയത്തിൽ പ്രത്യേകം ദിവ്യബലി അർപ്പിക്കുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചനവും കരുണക്കൊന്ത റാലിയും നടത്തി. മാർപ്പാപ്പയുടെ നിത്യരക്ഷയ്ക്കായി വികാരി ഫാദർ മാത്യു കൊച്ചുപുരക്കൽ ഇടവക ദേവാലയത്തിൽ പ്രത്യേകം ദിവ്യബലി അർപ്പിക്കുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയും സന്തോഷവും ആനന്ദവും ക്രൈസ്തവ ജീവിതത്തിൽ പകർത്താൻ പഠിപ്പിക്കുകയും ചെയ്ത പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. എല്ലാവരുമായിട്ട് പരിശുദ്ധ പിതാവ് ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആനന്ദിച്ച് ജീവിക്കുകയും ആനന്ദം ഉണ്ടാവണം, ജീവിതത്തിലെല്ലാം സന്തോഷം ഉണ്ടായിരിക്കണം. ക്രൈസ്തവനാണെന്ന് പറയുകയും ഒരിക്കലും ദുഃഖിച്ചു കഴിയാൻ പറ്റുന്ന വളരെ ശക്തിത്തോടുകൂടി കാണികളൊക്കെ പരിശുദ്ധ പിതാവ് പറയുക പറയുന്നുണ്ട്. കല്യാണമാരോ കാണാമല്ലോ പറയും, ക്രൈസ്തവരായ എല്ലാവരും പറയണം സന്തോഷിച്ച് തന്നെ ജീവിക്കണം. ഈ ഭാരപ്പെടുത്തുന്നതല്ല നമ്മുടെ ജീവിതം, എളുപ്പമാക്കുന്നതാണ് നമ്മുടെ ജീവിതം. സന്തോഷത്തോടുകൂടി തന്നെ എപ്പോഴും ജീവിക്കണമെന്ന് പരിശുദ്ധ പറയും. സന്തോഷമാണ് ക്രൈസ്തവ ജീവിതത്തിന് അനന്യതയെന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കാനുണ്ടായിരുന്നു. പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തിയ വലിയ ഇടയൻ, ലോക സമാധാനത്തിനു വേണ്ടി നിലകൊണ്ട ആത്മീയ പിതാവ് കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്തു. ദിവ്യബലിക്ക് ശേഷം പാപ്പയുടെ ഫോട്ടോയിൽ ഇടവക സമൂഹം പുഷ്പാർച്ചന നടത്തി അനുശോചനം രേഖപ്പെടുത്തി. പാപ്പയുടെ ഫോട്ടോയും വഹിച്ച ടൗൺ ചുറ്റി കരുണക്കൊന്ത റാലിയും നടത്തി. പരിപാടികൾക്ക് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ, കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി, ജെയിംസ് തെക്കേക്കര, ജിജി പുളിക്കൽ, ജോൺസൺ കറുകപ്പിള്ളിൽ, ജോസ് കച്ചിറ, ഷോജി കണ്ണമ്പുഴ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.